ഹായ് ഓൾ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്മാൾ ബിസിനസ് ജേർണി യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് GSTയെ കുറച്ച് ഇൻഫർമേഷൻസ് പറയാനാണ്. കൊമേഴ്സിനെ കുറിച്ചും മീഷോയെക്കുറിച്ചും ആമസോണിനെ കുറിച്ചുമൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ചാനലിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ കമൻറ്റിൽ ഒരാൾ GSTയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ GSTയെക്കുറിച്ച് തന്നെ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന്. മീഷോയിൽ എങ്ങനെ സപ്ലയർ അക്കൗണ്ട് എടുക്കാമെന്ന് ഞാൻ ഷോർട്സ് ആയിട്ടും വീഡിയോ ആയിട്ടും എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കയറി കാണാം. നമുക്ക് GST എടുക്കാനായിട്ട് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ, ടാക്സ് റെസിപ്റ്റ്, അതായത് കരം തീർത്ത രസീത്. നമ്മുടെ വീട് വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ കരം തീർത്ത രസീത് വേണം. അതേ നമ്മൾ വേറൊരു വീട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് റെൻ്റലായിട്ട് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെൻ്റൽ സർട്ടിഫിക്കറ്റ്, ആ ഒരു ബിസിനസ്സിന് പേര് വേണം. പിന്നെ ആ എന്ത് ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത് അതും വേണം. GST രജിസ്ട്രേഷൻ എത്ര രൂപയാണ് വേണ്ടി വരുന്നതെന്ന് വെച്ചാൽ പലരും പല റേറ്റാണ് മേടിക്കുന്നത്. 1000 തൊട്ട് 2500 രൂപ വരെ നമുക്ക് GST എടുക്കാനായിട്ട് ആകാം. GST കൺസൾട്ടൻറ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും രജിസ്റ്റർ ചെയ്തു അതോടുകൂടി അത് കഴിഞ്ഞു. ഇല്ല, മാസം തോറും നമ്മൾ അത് കൃത്യമായിട്ട് GST ഫയൽ ചെയ്തിരിക്കണം. ഫയൽ ചെയ്യാനായിട്ട് ഒരു നിശ്ചിത തുക നമ്മൾ അവർക്ക് കൊടുക്കുകയും വേണം. അതും GST കൺസൾട്ടൻറ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട പൈസ അവർ വാങ്ങിക്കും. അതും ഏകദേശം 250 രൂപ മുതൽ 1500 രൂപ വരെയൊക്കെ GST ഫയൽ ചെയ്യുന്നതിന് അവർ വാങ്ങിക്കാം. നമുക്കറിയാമെങ്കിൽ നമുക്ക് തന്നെ GST ഫയലും ചെയ്യാം. എന്തായാലും ശരി, നമ്മളത് മാസം തോറും കൃത്യമായി ഫയൽ ചെയ്തിരിക്കണം. ഒരു ദിവസം വിട്ടുപോയാൽ തന്നെ ഇത്ര രൂപ വീതം പെനാൽറ്റി വീഴുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ മന്ത്ലി ഫയലിംഗ് കൃത്യമായിട്ട് ചെയ്യണം. പിന്നെ ഒരാൾ ചോദിച്ചിരുന്നു മീഷോയിൽ എൻറോൾമെൻറ്റ് ID വെച്ച് എടുത്തിട്ട് ആ അക്കൗണ്ടിൽ തന്നെ GST ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന്. പറ്റില്ല. നമുക്ക് വീണ്ടും വേറൊരു ഫോൺ നമ്പർ വെച്ചിട്ട് അക്കൗണ്ട് എടുത്ത് അതിൽ GST ആഡ് ചെയ്യാനേ പറ്റുള്ളൂ. എൻറോൾമെൻറ്റ് ID വെച്ചെടുത്തതിൽ പറ്റില്ല. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ എൻറോൾമെൻറ്റ് ID വെച്ച് ചെയ്ത അക്കൗണ്ടിൽ ഓൾറെഡി റേറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാകും. പിന്നീട് നമ്മൾ GST ആഡ് ചെയ്ത് അല്ലെങ്കിൽ GST എടുത്തിട്ട് വേറൊരു അക്കൗണ്ട് എടുക്കുമ്പോൾ അത് പിന്നെ പുതിയതായിരിക്കും. റേറ്റിംഗ്സൊക്കെ പിന്നീട് ഒന്നേന്നായി വരണം. അപ്പോൾ അത് അതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എൻറോൾമെൻറ്റ് ID വെച്ച് നമ്മൾ തുടങ്ങുന്നത് നല്ലതാണ്. കാരണം നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതെങ്ങനെയാണ് നമ്മളെ കൊണ്ട് പറ്റൂ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതുപോലത്തെ ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിലോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലോ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം.